പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു എന്ന തിരുവചനമാണ്. എത്ര വലിയ ആശ്വാസമാണ് ഈ വചനം. മനുഷ്യർ പലപ്പോഴും ചിന്തിക്കുന്നു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്തുകൊണ്ട് ഈ കണ്ണുനീർ, ഈ നിശബ്ദത? എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ മൗനം ഉപേക്ഷണമല്ല, ദൈവത്തിൻ്റെ നിശബ്ദത ശിക്ഷയുടെ അന്ത്യവുമല്ല. പ്രിയ ദൈവമക്കളെ, അവിടുത്തെ കരുണയ്ക്ക് അവസാനമില്ല. സഹോദരങ്ങളെ, സൂര്യൻ മേഘത്തിന് പിന്നിൽ മറയുമ്പോൾ ഭൂമി ഇരുണ്ടുപോകും. എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും. ചില സമയങ്ങളിൽ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ അനുസരണക്കേട്, നമ്മുടെ ആത്മീയ തണുപ്പ്, ഇവയെല്ലാം ദൈവമുഖം നമ്മിൽ നിന്ന് മറഞ്ഞുവെന്ന ഒരനുഭവം നമുക്ക് നൽകും. എന്നാൽ ശ്രദ്ധിക്കുക, വചനം പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂവെന്നാണ്. ദൈവത്തിൻ്റെ ക്രോധം അത് ക്ഷണികമാണ്, എന്നാൽ അവിടുത്തെ കരുണ അത് നിത്യമാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. മനുഷ്യന്റെ സ്നേഹം പലപ്പോഴും സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അതൊരു ഉടമ്പടിയാണ്, അത് നിത്യ ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് ക്രൂശിൽ രക്തം ചീന്തിയത്. പാപിയായ മനുഷ്യനെ വീണ്ടും പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക. നീ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ആത്മാവിൽ തകർന്നിരിക്കാം, ഒരമ്മയായിരിക്കാം, ഒരു പിതാവായിരിക്കാം, ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനായിരിക്കാം, പ്രാർത്ഥിച്ചു മടുത്ത ഒരു ആത്മാവായിരിക്കാം. എന്നാൽ ഇന്നു കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ മറന്നിട്ടില്ല. നിന്റെ കണ്ണുനീർ അവിടുന്ന് കാണുന്നുണ്ട്, നിന്റെ ഏകാന്തത അവിടുന്ന് അറിയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലെ മുറിവുകൾ അവിടുത്തെ തിരുമുൻപിൽ തുറന്നു കിടക്കുന്നു. സഹോദരങ്ങളെ, പത്രോസ് കടലിൽ മുങ്ങിത്തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ രക്ഷിക്കണമേ. യേശു ഉടനെ കൈനീട്ടി. ഇതാണ് നമ്മുടെ ദൈവം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ബലഹീനത കണ്ട് പരിഹസിക്കുന്ന ഒരു ദൈവമല്ല, വീണവനെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് പലരും ചിന്തിക്കുന്നു, എൻ്റെ പാപം വളരെ വലുതാണ്, എന്നെ ദൈവം രക്ഷിക്കുകയില്ല എന്ന്. എന്നാൽ കേൾക്കുക, ക്രൂശിലെ കള്ളനെ പോലും യേശു സ്വീകരിച്ചു. അവസാന നിമിഷത്തിൽ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന്. അതിന് യേശു തമ്പുരാൻ പറഞ്ഞ മറുപടി, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്നാണ്. എത്ര വലിയ കരുണ സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നിശബ്ദനായി തോന്നും, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന് തോന്നും, വാതിലുകൾ അടഞ്ഞു പോകും, സുഹൃത്തുക്കൾ വിട്ടുപോകും, സ്വന്തക്കാർ പോലും മനസ്സിലാക്കില്ല. എന്നാൽ ആ നിമിഷങ്ങളിൽ പോലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യോസഫ് തടവറയിലായപ്പോൾ ദൈവം അവനെ മറന്നിരുന്നില്ല. ദാവീദ് ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചതുമില്ല. അപ്പോസ്തലന്മാർ കൊടുങ്കാറ്റിൽ ഭയന്നപ്പോൾ യേശു തമ്പുരാൻ പടകിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് നിന്റെ പടകിലും യേശുണ്ട്, ഭയപ്പെടില്ല. ദൈവത്തിന്റെ കരുണ നിന്റെ പരാജയങ്ങളെക്കാൾ വലിയതാണ്. ദൈവത്തിന്റെ സ്നേഹം നിന്റെ മുറിവുകളേക്കാൾ ആഴമുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഹൃദയം നിശബ്ദമാക്കി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല നിമിഷങ്ങളിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായി അനുഭവിക്കുന്നു, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായി ഞങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ വീണ്ടും ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ.
ഞങ്ങളുടെ തകർന്ന മനസ്സുകളെ തമ്പുരാനെ അവിടുന്ന് സൗഖ്യമാക്കണം. അങ്ങയുടെ നിത്യതയിൽ ഞങ്ങളെ മൂടേണമേ. പരിശുദ്ധിയായ കന്യകമർത്തമറിയമമ്മേ, കരുണയുടെ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. പരിശുദ്ധരായ അപ്പോസ്തലന്മാരെ, ഞങ്ങൾക്കായി മധ്യസ്ഥം ചെയ്യണം. സഹോദരന്മാരെ, ദൈവമെന്നും നിന്നെ വിളിക്കുന്നു. നിന്റെ പേര് പറഞ്ഞു നിന്നെ വിളിക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ, തിരികെ വരിക. അവിടുത്തെ കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ നിരാശപ്പെടരുത്, പ്രാർത്ഥന നിർത്തരുത്, വിശ്വാസം ഉപേക്ഷിക്കരുത്. ഒരു ദിവസം ഇന്നത്തെ കണ്ണുനീർ സാക്ഷ്യമായി മാറും. ഇന്നത്തെ മുറിവുകൾ ദൈവമഹത്വത്തിൻ്റെ അടയാളമാകും. കാരണം ക്രോധം ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ, കരുണ അത് നിത്യമാണ്. അവസാനമായി വീണ്ടും ആ വചനം നമുക്ക് ധ്യാനിക്കാം. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.